ഈ കോൺഗ്രസ്സുകാര്, അതായത് ദേശീയ തലത്തിൽ വലിയ തറവേലയാണ് ചെയ്യുന്നത്. തറവേല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കോൺഗ്രസ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും രാജ്യത്തെ മുത്തശ്ശി പാർട്ടിയല്ലേ. അതെ, എത്ര പാരമ്പര്യം, 100 വർഷത്തിലധികം പാരമ്പര്യം. അത് മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയും കൂടെ നിൽക്കുന്ന കുറേ പേരും കൂടി കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെപ്പറ്റി അല്ലേ എന്തൊക്കെ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. കോടതി മുഴുവൻ എണ്ണത്തിനെയും തൂക്കിയിരിക്കുകയാണ്. മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അത് ഉടനടി നീക്കം ചെയ്തു കൊള്ളണം. ഇത് കോൺഗ്രസിനെ ഇനിയെങ്കിലും നേരെ ചൊവ്വേ നടത്തിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. പാഠം പഠിക്കുമോ? ഇല്ല, പാഠം പഠിക്കില്ല സർ. ഈ പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് നിവരില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. ഇവര് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവരെ നിരോധിക്കുമെന്ന് പറഞ്ഞാൽ പോലും സുപ്രീം കോടതി നാളെ പറയാണ്, ഇനി ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ എടുത്ത് കളയും, നിങ്ങളെ നിരോധിക്കും എന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസ്സുകാർ മര്യാദ പഠിക്കില്ല, അവർ മര്യാദ പ്രവർത്തിക്കുകയുമില്ല. മാന്യത എന്നൊന്ന് കോൺഗ്രസ്സുകാർക്ക് ഇന്ന് ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഈ സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പം ഈ സംഭവത്തിലേക്ക് നമുക്ക് വരാം. മോദിയുടെ അമ്മ ഹീരാബെന്നിനെ കുറിച്ച് ഒരു വളരെ എന്താ പറയണ്ടേ, ഈ തെറിയൊന്നും പറഞ്ഞിട്ടല്ല, പക്ഷേ അവർ ഇങ്ങനെ ഒരു വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അവർ വന്നിട്ട് മോദിയുടെ തലയിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറയുന്നത്, എന്നെ നീ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇത് അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ്. നോക്കൂ, ഈ മരിച്ചുപോയ അമ്മയാണ്. ഈ അമ്മയെ ആ ഒരു AI ഉപയോഗിച്ച് അവരുടെ ഒരു വീഡിയോ ഉണ്ടാക്കുക, എന്നിട്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. നോക്കൂ, അമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ വൈകാരികമായി, ഈ ലോകത്തെ ഏത് മനുഷ്യനും, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, കൊച്ചു കുഞ്ഞാകട്ടെ വൃദ്ധയാകട്ടെ, ഏത് പ്രായത്തിലുള്ളവരും ഏത് ലിംഗത്തിൽപ്പെട്ടവരും ആകട്ടെ, അമ്മ എന്ന് പറയുന്നത് ഒരു വൈകാരിക എന്താ പറയുക, നമ്മുടെ ഹൃദയം നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ അമ്മ. അത്ര സ്നേഹത്തോടെ മാത്രമേ നമ്മൾ അമ്മയെക്കുറിച്ച് ഓർക്കാറും പറയാറുമുള്ളൂ, അല്ലേ? ഇവിടെ നോക്കൂ, ഒരു മകൻ, അമ്മ വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് മകനോട് പറയുകയാണ്, നീ എന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന്. ഈ നരേന്ദ്രമോദി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ അമ്മയെ ഏത് തരത്തിൽ ഉപയോഗിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്? എന്തൊരു നിരുത്തരവാദപരമായൊരു ഒരു ശൈലിയാണത്. അതെ, അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഈ തറവേല എന്ന് പറയുന്നത്. അവസാനം ഒരു ഗതിയില്ലാതെ വന്നപ്പോ കൂവി തോൽപ്പിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ചീത്ത വിളിക്കുക. നാട്ടുപ്രദേശത്തെ ഒരു രീതിയാണ്, കൺപൂട്ടി തെറി വിളിക്കുക. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നിലവാരമില്ലല്ലോ. പക്ഷെ അത് എല്ലായിടത്തും ഓടില്ല എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. പാറ്റ്ന ഹൈക്കോടതി ഈ വിഷയം ഒരു ഹർജി ചെന്നു. ഒരു അഭിഭാഷകൻ വിവേകാനന്ദ സിംഗ്, അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവർ സമർപ്പിച്ച ഹർജിയാണ്. അത് BJP-ക്കാരും ഉണ്ട്, BJP-ക്കാരല്ലാത്തവരും ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ അവഹേളിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തത്. അപ്പൊ കോൺഗ്രസ് ഇതിന് പറഞ്ഞ ന്യായം, ഞങ്ങൾ അമ്മയെക്കുറിച്ച് മോശമൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഈ മകൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേലകളുണ്ടല്ലോ, ഇത്തരം എന്തു പറയാൻ നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെതിരെ അമ്മയെയും ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രചാരണ തന്ത്രമാക്കുന്ന മോദിയുടെ സ്വഭാവമാണ് ഞങ്ങൾ ഇവിടെ വരച്ചു കാണിച്ചത്, ഞങ്ങളത് പൊളിച്ചു കാണിക്കുകയാണ്, ഞങ്ങളത് മോദിയുടെ തന്ത്രം എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പാറ്റ്ന ഹൈക്കോടതി പറഞ്ഞാൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി, അതിവിടെ പറയണ്ട, എത്രയും പെട്ടെന്ന് കേസ് അടുത്ത ദിവസം പരിഗണിക്കും. അതിനു മുമ്പ് ഈ മുഴുവൻ വീഡിയോകളും പിൻവലിച്ചിരിക്കണം. അത് സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, ഇത് എല്ലാ സ്ഥലത്തുനിന്നും, ഇൻസ്റ്റ അടക്കം, യൂട്യൂബ് അടക്കം സകല സ്ഥലത്തുനിന്നും ഈ വീഡിയോ പിൻവലിച്ചിരിക്കണം. പിൻവലിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നാണ് കോടതി പറഞ്ഞത്. കേസ് അടുത്ത ദിവസം പരിഗണിക്കും. അതിനു മുമ്പ് ഇത് മുഴുവനും നീക്കം ചെയ്തിരിക്കണം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോൺഗ്രസ് പാർട്ടി, ഇവർക്കെല്ലാം നോട്ടീസ് അയച്ചിരുന്നു. നോട്ടീസ് അയച്ചിട്ട് ഇവരെല്ലാം കക്ഷികളാക്കിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിള്, യൂട്യൂബ് തുടങ്ങിയവരെല്ലാം കക്ഷി ചേർത്തിട്ടുണ്ട്. ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, കോടതി കൃത്യമായി പ്രത്യേകം ഉത്തരവുകൾ കൊടുത്തിരിക്കുകയാണ്, ഇത് നീക്കം ചെയ്യണം. നീക്കം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും. നിങ്ങളുടെ വിശദീകരണമൊന്നും ഇവിടെ കേൾക്കണ്ട,
നിങ്ങൾ എന്തിനാണ് ഇത്, ഈ കോൺഗ്രസിന്റെ ബീഹാർ ഘടകമാണ് ഇത് ചെയ്തത്. നമുക്കറിയാം അവിടെ വോട്ടർ അധികാർ യാത്ര നടന്നു. ആ യാത്ര സത്യം പറഞ്ഞാൽ അതിനകത്ത് ആള് കൂടിയത് RJD ഉള്ളത് കൊണ്ടാണ്. തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരൻ, ലാലു പ്രസാദ് യാദവിന്റെ മകൻ അതിനെ കോർഡിനേറ്റ് ചെയ്തതുകൊണ്ടാണ്, അത് ഓർഗനൈസ് ചെയ്തതുകൊണ്ടാണ്. RJD മാറിയല്ലോ ഇപ്പോ ഇന്ത്യ മുന്നണിയിൽ. അത് ഈ യാത്ര കഴിഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസ്സുകാർക്ക് ഹാലിളകി. കോൺഗ്രസ്സുകാർ പറഞ്ഞു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. RJD പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മുഖ്യമന്ത്രി തേജസ്വി യാദവ് ആണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ 70 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും, അതിൽ വിട്ടുതരത്തില്ല, പുതിയ ഘടകകക്ഷികൾ വന്നാൽ നിങ്ങൾ വേണമെങ്കിൽ സീറ്റ് കൊടുത്തോ. RJD ഏത്, ഈ RJDയുടെ തോളിൽ കയറി ഇരുന്ന് ചെവി തിന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഈ പറയുന്നത്. ഒരു കാലത്ത് ഇന്ത്യ മുഴുവനും പടർന്നു പന്തലിച്ച ബീഹാർ ഭരിച്ചിരുന്ന, ഇന്ന് മരുന്നിന് പോലും അവിടെ കോൺഗ്രസ് ഇല്ല, മരുന്നിന് പോലും ബീഹാറിൽ കോൺഗ്രസ് ഇല്ല. ഈ 19 MLA കിട്ടിയത് തന്നെ RJDയുടെ തോളിൽ കയറി മത്സരിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതും കിട്ടത്തില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച് 4 MLA ചരിത്രം കോൺഗ്രസിനുണ്ട്. സമീപകാലത്ത് തന്നെ, ഒരുപാട് പുറകിലേക്കൊന്നും പോണ്ട, ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചരിത്രമുള്ള കോൺഗ്രസ് പറയുകയാണ്, RJDയോട് പറയുകയാണ്, ഞങ്ങൾക്ക് 70 സീറ്റിൽ മത്സരിക്കണം, നിങ്ങൾ വേണമെങ്കിൽ ബാക്കി സീറ്റ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റിൽ നിന്ന് ഇനി വരുന്ന ഘടകകക്ഷികൾക്കൊക്കെ കൊടുത്തോ എന്നാണ്. ഈ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് പിടിക്കാൻ ശേഷിയുള്ള ഘടകകക്ഷികൾ RJDക്ക് ഒപ്പമുണ്ട്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. അപ്പുറത്ത് BJPയും JDUവും ആണ് നിൽക്കുന്നത്. രണ്ടുപേരും എന്താ പറയേണ്ട, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണ്. നമുക്കറിയാം 2006 ശേഷം തുടർച്ചയായിട്ട് അവിടെ മുഖ്യമന്ത്രിയായി, ഇടയ്ക്കൊരു അല്പകാലം മാത്രം മാറി നിൽക്കേണ്ടി വന്ന ആളാണ് നിതീഷ്. പക്ഷേ ഇത്രയും കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ക്ലീൻ ഇമേജ് ആണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിൽ, ഒരു ചെറിയ കറ പോലുമില്ല, അഴിമതി അടുത്തുകൂടെ പോലും പോയിട്ടില്ല. അങ്ങനത്തെ ഒരാരോപണം ഉണ്ടെങ്കിൽ ഇവർ പറയട്ടെ, പ്രതിപക്ഷം പറയട്ടെ. ഈ നിതീഷുമായിട്ട് തെറ്റി BJP പുറത്തു പോയപ്പോൾ ആ BJP പോലും നിതീഷിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. അത്ര ക്ലീൻ ഇമേജ് ആണ്, ക്ലിയർ ഇമേജ് ആണ് നിതീഷിൻ്റെത്. അങ്ങനെയുള്ള ആ നിതീഷിനെ BJPയെയും അവിടെ തോൽപ്പിക്കാം. ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ബീഹാറിൽ BJP. അമിത്ഷായുടെ തന്ത്രങ്ങൾ, ശക്തമായ RSSന്റെ പിൻബലം, ഇതെല്ലാം ഉള്ള BJPയെയും JDUവിനെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമേറിയ ബാലികേറാമലയാണ്. അവിടെയാണ് RJD പിടിച്ചു നിൽക്കുന്നത്. RJD ശക്തമായ പ്രതിരോധവും മത്സരവുമായിട്ട് രംഗത്തുണ്ട്. ആ RJDയെ പിന്തുണയ്ക്കുന്നതിന് പകരം അവിടെ RJDയുടെ തോളെ കയറിയിരുന്ന് തലയ്ക്ക് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. ഇതൊക്കെ പറയാൻ ഈ കോൺഗ്രസിന് എന്താണ് അർഹത? കോൺഗ്രസ് അവിടെ എത്ര സീറ്റിൽ, 70 സീറ്റിൽ മത്സരിച്ചിട്ട് 19 ഇടത്താണ് ജയിച്ചത്. അന്ന് കൂടുതൽ സീറ്റുകളിൽ RJD മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് RJD അവിടെ ഭരിച്ചേനെ. ഈ പറഞ്ഞ പോലെ BJPയും JDUവും ഒക്കെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നേനെ അല്ലെ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ കോപ്രായങ്ങളൊക്കെ കോൺഗ്രസ് കാണിക്കുന്നത്. ഇപ്പൊ ഈ സംഭവം തന്നെ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ അത് ബീഹാറിലെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് ചെലുത്താൻ പോകുന്ന ഒരു സ്വാധീനമുണ്ട്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. അല്ല, കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വരാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ഇതിന് പുറകെ വരികയാണ്. അതെ, ഇതിന് പുറകെ വരികയാണ്. കേരളം, ബംഗാൾ, ആസാം, തമിഴ്നാട് ഒക്കെ വരികയാണ്. ഈ കോൺഗ്രസ്, എനിക്കതാണ് മനസ്സിലാകാത്ത, കോൺഗ്രസ് നേതാക്കൾ എന്ത് ആലോചിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തിക്കുന്നത്? ഇവർക്ക് ശരി താൽക്കാലിക ലാഭം കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ. ഇത് അതുമില്ല, താൽക്കാലികമായിട്ടുമില്ല, ദീർഘകാലത്തേക്കുമില്ല. കോൺഗ്രസ് സ്വയം എരിഞ്ഞടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണോ, സ്വയം കത്തിത്തീരാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും പാറ്റ്ന ഹൈക്കോടതി വളരെ കൃത്യമായ വിധി പറഞ്ഞു. ഈ എത്രയും പെട്ടെന്ന് ഇത്തരം പരിപാടികൾ, ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ്, അപകീർത്തികരമാണ് ഈ നടപടി. ഇതൊരിക്കലും നിങ്ങൾ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇത് പിൻവലിക്കണം. പാറ്റ്ന ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്.